ഇറാൻ ഹോർമുസ് കടലെടുക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തുറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചിരിക്കുന്നു. ഇതോടുകൂടി തന്നെ ലോകം വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ലോകത്തെ ഒരു ഊർജ്ജ പ്രതിസന്ധിക്കുള്ള എല്ലാ സാധ്യതകളും തുറന്ന് ഇട്ടുകൊണ്ടാണ് ഇറാന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ ഒമാനും ഖത്തറും പാകിസ്ഥാനും ഒക്കെ ചേർന്ന് വീണ്ടും ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നുണ്ട്, ഒരു സമാധാന ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം മുജ്തദ ഖൊമേനി, അതായത് ഈ ആയത്തുള്ള ഖൊമേനിയുടെ മകൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. തന്റെ പിതാവിനെ വധിച്ചവരെ വധിക്കുമെന്നൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. ഈ പ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇറാൻ അവരുടെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ എണ്ണ ഗ്യാസ് ട്രേഡിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഹോർമുസ്. ഈ ഹോർമുസിൽ നടക്കുന്ന സംഘർഷം പോലും നമ്മുടെ അടക്കമുള്ള രാജ്യങ്ങളെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ഹോർമുസ് പൂർണ്ണമായി തന്നെ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. സ്വാഭാവികമായി തന്നെ എണ്ണ, ഗ്യാസ് തുടങ്ങിയ ഊർജ്ജങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ 85% ക്രൂഡ് ഓയിലും ഇല്ലെങ്കിൽ ഊർജ്ജാവശ്യങ്ങൾക്ക് വേണ്ടി ഗ്യാസും എണ്ണയും ഒക്കെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ഒരു തലവേദന സൃഷ്ടിക്കുകയാണ്. നമ്മളൊക്കെ കരുതിയത് ഈ അടുത്ത സമയങ്ങളിൽ യുദ്ധമെല്ലാം അവസാനിച്ചു, എണ്ണ വില കുറയാനുള്ള സാധ്യതയുണ്ട്, അത്തരത്തിൽ തന്നെ സൂചനകളും കേന്ദ്രം നൽകുകയുണ്ടായി. പക്ഷേ ഇനി അത് എപ്പോഴെന്ന് ഒരു വലിയ ചോദ്യം അവശേഷിക്കുന്നു. കാരണം യുദ്ധം കടുക്കുകയാണെങ്കിൽ, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വഴി അടയുകയാണെങ്കിൽ സ്വാഭാവികമായി എണ്ണയ്ക്ക് വില കുറയുകയല്ല, വില കൂടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഗ്യാസിന് വീണ്ടും ഒരു റേഷനിങ് സമ്പ്രദായത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട്. നിലവിൽ ഗ്യാസിന് ഷോർട്ടേജുകൾ ഒന്നും തന്നെ നമുക്കില്ല. കാരണം ആവശ്യത്തിലധികം സ്റ്റോക്കുകളുണ്ട്. നമുക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള കൂടുതൽ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധം വളരെ കാലം നീണ്ടുപോയാൽ ഒരുപക്ഷെ റേഷനിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.